ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭാരതസഭ രക്തസാക്ഷിയായ വിശുദ്ധ ദൈവസഹായത്തെ അനുസ്മരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പാത പിഞ്ചെന്ന, ക്രിസ്തുവിൻ്റെ നാമമാണ് ഏറ്റവും മഹത്വമെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി. അവൻ തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചത് തൻ്റെ ജീവൻ ബലിയായി കൊടുത്തുകൊണ്ടാണ്. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബാലനായ സാമുവേൽ, അവൻ ദേവാലയത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ അവൻ കിടക്കുന്നു. അവനെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു, സാമുവേൽ, സാമുവേൽ. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, എന്നാൽ പേരിന് ശക്തമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് മഹാൻ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുകയാണ്. ദൈവം സാമുവേലിനെ വിളിക്കുന്നത് ശക്തമായ ഒരു അടിസ്ഥാനമായി തീരുവാനാണ്, അവൻ്റെ ജീവിതത്തിന് ഒരു ദൗത്യം കൽപ്പിക്കുവാനാണ്. എന്നാൽ അവൻ ആര് വിളിച്ചുവെന്ന് തിരിച്ചറിയാതെ, പക്ഷേ അവൻ മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും അവൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, അങ്ങനെ വിളിച്ചുവോ? എന്നാൽ ഗുരു അവൻ്റെ ഈ മനോഭാവത്തിന് കുറെ കൂടെ തെളിച്ചം നൽകുന്നു. മടി കൂടാതെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവന് വലിയ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമെന്നതിൻ്റെ തന്നെ ഒരു ഉദാഹരണമാണ് സാമുവേലിൻ്റെ ജീവിതവും. അങ്ങനെ സാമുവേൽ വന്ന് ദൈവത്തിന് പ്രത്യുത്തരം നൽകുകയാണ്. അരുൾ ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. പരിശുദ്ധ അമ്മ തന്നെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ സാമുവേൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദാസനായി തീരുകയാണ്. ഇതാ ഞാൻ ശ്രവിക്കുന്നുവെന്ന്. ദൈവാലയത്തിൽ നമ്മൾ എത്രയോ തവണ ഇതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കൂദാശയുടെ സമയത്തും ജ്ഞാനസ്നാന അവസരത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുമെന്നുള്ള ഉറപ്പ്, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന കൂദാശയുടെ മുൻപിൽ ഭാര്യയും ഭർത്താവും ദൈവത്തിന് മുൻപിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അവസാന ശ്വാസം വരെയും ഒന്നായിരിക്കുമെന്ന്. പൗരോഹിത്യ സ്വീകരണത്തിന് മുൻപ് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചിട്ട് പറയുന്നു, ഇതാ ഞാൻ തയ്യാറാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ കൊടുത്ത വാക്കുകൾ അത് വെറും വാക്കുകളല്ല, പ്രതിജ്ഞകളായിരുന്നുവെന്നൊരു ഓർമ്മപ്പെടുത്തലുകൂടെ സാമുവേൽ തൻ്റെ ജീവിതം കൊണ്ട് താൻ ദൈവത്തിന് മുൻപിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലാണ് ക്രിസ്തുനാഥൻ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തി അവൻ മുൻപോട്ട് പോകുമ്പോൾ വചനവും ആദ്യ വായനകളും നമുക്ക് നൽകുന്നത് ശ്രവിക്കുക, അനുസരിക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ദൗത്യം അത് നിറവേറ്റുക എന്നീ ചിന്തകളാണ്. നമുക്ക് ദൈവവചനം സ്വായത്തമാക്കാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി മാറാം. ദൈവം സാമുവേലിനെ വിളിച്ചതുപോലെ നമ്മളെ വിളിക്കും, പേര് ചൊല്ലി വിളിക്കും. കാരണം നമ്മുടെ പേര് അവൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നമ്മുടെ നാമമെന്ന് ദൈവം തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. യേശുവിനെ പറ്റി ജ്ഞാനസ്നാന അവസരത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാകട്ടെ. ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൗത്യമേറ്റെടുക്കുവാൻ നമുക്കും തയ്യാറാകാം. ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് മാറ്റാം. ആമീൻ.